ഇപ്പം നമ്മുടെ അടുത്തൊരു കുട്ടി വരിക, ആ കുട്ടിയെ നമ്മൾ സ്റ്റഡി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് സഹിതം നമ്മൾ സ്റ്റഡി ചെയ്യും. പേരൻസുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും, അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ആഗ്രഹം എന്താ, ഉറപ്പായിട്ടും ആ കുട്ടിയുടെ ആഗ്രഹമാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. കുട്ടിയുടെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ നോക്കും. ആ കുട്ടിക്ക് താല്പര്യമുള്ള ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കും. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിശകലനം ചെയ്തിട്ട് ആ കുട്ടിയായിട്ട് നമ്മളൊരു പേഴ്സണൽ കൗൺസിലിംഗ് ഉണ്ടായിരിക്കും. ആ കൗൺസിലിങ്ങിലൂടെ ആ കുട്ടിയുടെ താല്പര്യങ്ങൾ, പേരൻസിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ആ കുട്ടിക്ക് പറ്റുന്ന ആ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ നമ്മൾ സോർട്ട് ചെയ്യും. എന്നിട്ട് ആ കോഴ്സുകളുള്ള കോളേജുകൾ നമ്മൾ സോർട്ട് ചെയ്യും. ഒന്നോ രണ്ടോ, ഞങ്ങൾ ഇന്ന ഒരു കോളേജിൽ തന്നെ പഠിക്കണം, നമുക്ക് അങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല. ഇന്ന കോളേജിൽ പഠിക്കണമെന്നില്ല, ഇന്ന കോഴ്സ് തന്നെ എടുക്കണമെന്നില്ല. ഞങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നമ്മൾ കോഴ്സ് സോർട്ട് ചെയ്ത് തരാം. ഇത്ര കോഴ്സുകളുണ്ട്, ഇതിലേത് കോഴ്സ് വേണമെന്നുള്ളത് കുട്ടിക്ക് സെലക്ട് ചെയ്യാം. ദെൻ കുട്ടി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കോളേജുകൾ സോർട്ട് ചെയ്യുന്നുണ്ട്. ആ കോളേജുകൾ കുട്ടിയുടെ ഒരു സാമ്പത്തിക സ്ഥിതിയും കൂടെ വെച്ച് നമ്മൾ വിശകലനം ചെയ്യും. അവിടുത്തെ ഫീസ് അവർക്ക് ആപ്റ്റാവുമോ, അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പം ആ കുടുംബത്തിന് വലിയ ബാധ്യതയാവുമോ, പിന്നെ ലോണിൻ്റെ ഫെസിലിറ്റീസ് വേണമെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം നമ്മളൊരു അനലൈസ് ചെയ്തിട്ട് ദെൻ നമ്മൾ ഈ കുട്ടികളെയും പേരൻസിനെയും കൊണ്ട് നമ്മൾ ഈ കോളേജുകളെല്ലാം വിസിറ്റ് ചെയ്യും. ഏതൊക്കെ കോളേജുകളാണോ നമ്മൾ സോർട്ട് ചെയ്തിരിക്കുന്നത് അതെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യും. അതെല്ലാം വിസിറ്റ് ചെയ്തിട്ട് അവർക്ക് ആ കോളേജ് ബാക്ക്ഗ്രൗണ്ട്, ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ, ബാക്കി മാനേജ്മെൻറ്റ്, ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫൈനൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും ഏത് കോളേജ് വേണോ എങ്ങനെ വേണം.